റഡാർ ഒന്നോ രണ്ടോ ദിവസത്തിന് റഡാർ വരും. അത് കഴിഞ്ഞിട്ട് ആ റഡാർ കൊണ്ട് ഈ ഏരിയ സ്കാൻ ചെയ്യും. പിന്നെ താഴെ ബോഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനായിട്ട് അത് ശ്രമിക്കും. അപ്പൊ എന്തായാലും ഇതിനടിയിൽ ഈ ബോഡിയൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളതല്ലേ? ആ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇപ്പോഴും ബോഡീസ് ഇതിനടിയിൽ ഉണ്ടാകുന്ന പ്രതീക്ഷയുണ്ട്. അത് റിക്കവർ ചെയ്യാനായിട്ട് ഞങ്ങൾ നോക്കും. എല്ലാവരുടെയും ബോഡി റിക്കവർ ചെയ്യും. മാക്സിമം എഫേർട്ട് ഉണ്ട്. മാക്സിമം ബോഡീസ് റിക്കവർ ചെയ്യാനായിട്ട് വിൽ ട്രൈ അവർ ബെസ്റ്റ്. എത്ര പേരുണ്ട് ഇവിടെ ഈ തെരച്ചിലിനൊക്കെ ആയിട്ട് ഇപ്പോ? നമ്പർ ഓഫ് പീപ്പിൾ ഇവിടെ ദർ ആർ 4 ഏജൻസീസ് ഇപ്പം ഇവിടെ ഉള്ളത്. ആർമി ഉണ്ട്, NDRF ഉണ്ട്, SDRF ഉണ്ട്, ആൻഡ് ലോക്കൽ പോലീസ് ഉണ്ട്. ഓൾ ദീസ് ഏജൻസീസ് ജോയിന്റ് എഫേർട്ട് അവർ എല്ലാ ഏജൻസീസിനെ ദാറ്റ് ഈസ് ബീങ് ക്യാരിഡ് ഔട്ട് ഹിയർ. താങ്ക് യു സാർ. ഏതായാലും തെരച്ചിൽ തുടരും. റഡാറൊക്കെ തന്നെ കൊണ്ടുവന്ന് ആരെങ്കിലും ഈ മണ്ണിനടിയിലുണ്ടോ, ആരുടെയെങ്കിലും ശരീരം ഈ മണ്ണിനടിയിലുണ്ടോ എന്നതൊക്കെ തന്നെ പരിശോധിച്ച ശേഷം മൃതദേഹങ്ങൾ ഈ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ശരീരം പുറത്തെടുക്കും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകും എന്നാണ് ഇപ്പോൾ ഇവിടെ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന ലഫ്റ്റനന്റ് കേണൽ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ദലാലിയിലെ ദുരന്തഭൂമിയിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം PR സുനിൽ, ഇൻ റിപ്പോർട്ടർ.